ഓരോരുത്തർക്കും അവർക്ക് പലരെക്കുറിച്ചും പല അഭിപ്രായങ്ങളും ഉണ്ടാകും. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അങ്ങനെയായിരിക്കും. പൊതുവെ RSSകാരും BJPക്കാരൊക്കെ സർവർക്കറെ വളരെയധികം ആദരിക്കുന്നവരുണ്ട്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രമെടുത്താൽ ആദ്യകാലത്ത് സ്വാതന്ത്ര്യ സമരത്തിൽ തീവ്രമായ ഇടതുപക്ഷ നിലപാട് സ്വീകരിച്ച ഒരാളായിരുന്നു. പിന്നെ അതിൻ്റെ മേലെ ജയിലിൽ പോയി കുറേ കാലം ജയിലിൽ കിടന്നു. ആ ജയിലിൽ കിടന്നതിന് ശേഷം അദ്ദേഹം ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് മാപ്പെഴുതി കൊടുത്ത് ജയിലിൽ നിന്നും പുറത്തു വന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ പിന്നീടുള്ള ചരിത്രം ബ്രിട്ടീഷുകാരോടൊപ്പം നിന്ന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ ശക്തമായി എതിർക്കുകയും അന്ന് RSSൻ്റെ നിലപാടുകളോടൊപ്പം നിൽക്കുകയും ചെയ്തിട്ടുള്ള ഒരു നിലപാട് സ്വീകരിച്ച ഒരാളാണ് സവർക്കർ. അതുകൊണ്ട് സവർക്കറെക്കുറിച്ച് അഭിപ്രായങ്ങൾ അങ്ങനെ ഉണ്ടാകും. എല്ലാവർക്കും ഒരേ അഭിപ്രായം ഉണ്ടാകണമെന്നില്ലല്ലോ. ഞാൻ കാറൽ മാർക്സിനെയും എംഗൽസിനെയും ലെനിനെയും ഒക്കെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. അതാണ് എനിക്ക് ഈ ചിന്തകരോട്, മാർക്സ്യൻ പണ്ഡിതരോട്, മാർക്സ്യൻ സിദ്ധാന്തം ആവിഷ്കരിച്ച മഹാരഥന്മാരായ പ്രതിഭാശാലികളുള്ള ആദരവ്. ഓരോരുത്തർക്കും അവരവരുടെ ഇഷ്ടമുള്ള ആദരവുള്ള ആളുകളുണ്ടാവും. അത് അദ്ദേഹം പ്രകടിപ്പിക്കുന്നു. ഇത് രാഷ്ട്രീയ വേദിയിലായിരുന്നില്ല ഈ പരാമർശം, ഒരു സർവകലാശാലയ്ക്കകത്തായിരുന്നു. അതെ, ഓരോരുത്തർക്കും അവരവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അവർക്ക് പല സ്ഥലങ്ങളിലും പ്രകടിപ്പിച്ചിരിക്കും. അത്രയേ ഉള്ളൂ. ഒരു കാര്യം കൂടി, കാരണം ഈ LDF സർക്കാരിനെതിരെ പല കോണിൽ നിന്നും ഭാഷാ സമരത്തിലായാലും കാര്യങ്ങളെല്ലാം പല കാര്യങ്ങളിൽ നിന്നും വിമർശനവും അല്ലെങ്കിൽ ആരോപണങ്ങളും ഉയർന്നു വരുന്നുണ്ട്. ഇതൊരു ഇത്തരത്തിലൊരു സമഗ്രമായ ഒരു പ്രോഗ്രാമുകൾ പ്രതിപക്ഷം നടത്തുന്നുണ്ടോ? കാരണം സ്വാഭാവികമായിട്ടും ആശാ സമരം നോക്കുക, അതിൽ നേരത്തെ ബാലേട്ടൻ പറഞ്ഞിരുന്നത് ഇതിൽ തീവ്രവാദ ബന്ധമുണ്ടോ? ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പോലും EP എന്താ പറയുന്നത് സംബന്ധിച്ച്? ഈ പ്രതിപക്ഷമെടുക്കുന്ന നിലപാട് അങ്ങേയറ്റം തെറ്റായിട്ടുള്ളതാണ്. കേരളം സാമ്പത്തികമായി ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നൊരു സംസ്ഥാനമാണ്. കേരളത്തിൻ്റെ സമ്പത്ത് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ് കേരള ഗവൺമെൻറ് ചെയ്യുന്നത്. അങ്ങനെ സാമ്പത്തികമായി ഞെരുക്കമുണ്ടായി സാമ്പത്തിക പ്രയാസം അനുഭവിക്കുമ്പോൾ അതിൻ്റെ മേലെ ഒരു പ്രതിസന്ധി കൂടി സൃഷ്ടിച്ചെടുക്കാൻ, ജനങ്ങളിൽ അസംതൃപ്തി വരുത്താൻ ആസൂത്രിതമായി നടക്കുന്നൊരു സമരമാണ് ഇപ്പോൾ ഈ ആശാ വർക്കർമാരുടെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമരം. എത്രയോ കുറഞ്ഞ വരുമാനം ഒന്നുമില്ലാത്ത ജനങ്ങളൊക്കെയുള്ളൊരു നാടാണ് കേരളം. ഇതെല്ലാം ആലോചിച്ചുകൊണ്ട് ജനങ്ങൾക്കാകെ ഗുണകരമായിട്ടുള്ള നിലപാട് മാത്രമേ ഇടതുപക്ഷ ഗവൺമെൻറ് സ്വീകരിക്കാൻ കഴിയൂ. അതുകൊണ്ട് ഈ സമരം യഥാർത്ഥത്തിൽ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്ത് പരിഹരിക്കപ്പെട്ടതിന് ശേഷം, ഒരു കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിച്ചതിന് ശേഷം ഉണ്ടാക്കിയ സമരമാണ്. അത് ബോധപൂർവം കേരളത്തെ ഒന്നുകൂടി സാമ്പത്തികമായി എങ്ങനെ ഞെരുക്കാൻ കഴിയും എന്നുള്ളൊരു ആലോചനയുടെ ഭാഗമായും അനാവശ്യമായി ജനങ്ങൾക്കിടയിൽ അസംതൃപ്തി ഉണ്ടാക്കിയ സമരമാണ്. അതുകൊണ്ട് ആശാ വർക്കർമാരായിട്ടുള്ള സഹോദരിമാർ, നമ്മുടെ നാട്ടിൽ വിഷമങ്ങൾ അനുഭവിക്കുന്നവരാണ് നാമെല്ലാം. ആ സഹോദരിമാർ എത്രയും വേഗം ഇതിൻ്റെ ശരിയായ കാര്യം തിരിച്ചറിഞ്ഞ് ശരിയായ നിലപാട് സ്വീകരിച്ചു പോകാൻ സാധിക്കണം. ഇവരുടെ കയ്യിൽ കളിക്കുന്ന ഒരു പാവയായി തീരാതിരിക്കാൻ എല്ലാ ആശാ വർക്കർമാരായിട്ടുള്ള സഹോദരിമാരും പ്രത്യേകം ശ്രദ്ധിക്കുക.